ഹായ് ഫ്രണ്ട്സ്, ഡി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസമൊന്നും ഞങ്ങൾ ശരിക്കും ഗോവയിൽ നിന്നിട്ടില്ല. 31-ാം തീയതി വൈകുന്നേരമാണല്ലോ നമ്മൾ എത്തിയത്. ന്യൂ ഇയർ മാത്രമേ ശരിക്കും ആഘോഷിച്ചുള്ളൂ. ആ നൈറ്റ് ഫുള്ള് ഞങ്ങൾ കറങ്ങിയടിച്ച് ഏകദേശം ഒരു 3-4 മണിയായി കാണും നമ്മൾ റൂമിലെത്തിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഭയങ്കര ക്ഷീണമായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് കേട്ടോ. കുറച്ച് ലേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു 3 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ. അപ്പോൾ രാവിലത്തെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കി കിട്ടി, അതൊരു ലാഭമായി. സംഭവം വേറെ ഒന്നുമല്ല, ഞാനും അവനും ഒരുപോലെ തന്നെയാണ്. ഉറക്കം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടി എടുക്കില്ല ഞങ്ങൾ. പിന്നെ ദിവസം കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെസ്റ്റ് എടുത്ത് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വെയിലാണ്, ഇവിടെ നല്ല ചൂടാണ് ഈ നേരത്ത്. പിന്നെ നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടല്ലോ, റോഡൊക്കെ നല്ല കിടിലനാണ്. എന്താ പറയുക, നമ്മൾ ഈ സിനിമകളിലൊക്കെ ഗൾഫും യൂറോപ്പിലൊക്കെ റോഡ് കാണില്ലേ, ആ ഒരു ഫീലായിരുന്നു. അത്രയും നല്ല രസമായിട്ടുള്ള റോഡാണ്. ഹാങ്ങിങ് ഒക്കെ ചെയ്ത് കണ്ടില്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഡ്രൈവിങ് ഇങ്ങനെ പോയി. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1.5 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ടാവും ഞങ്ങൾക്ക് അവിടെ സ്പോട്ടിലേക്ക് എത്താൻ. സ്പോട്ടിൽ നമ്മൾ എത്തി. അപ്പോൾ സ്പോട്ട് എത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോവയിൽ വരുന്ന എല്ലാവരും കാണാൻ വരുന്നൊരു സ്ഥലം തന്നെയാണ് ഇത്. വളരെ പോപ്പുലറായിട്ടുള്ള നമ്മുടെ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മൃതദേഹം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചർച്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഗോവയിൽ ഭയങ്കര ഫേമസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ഈ ക്രിസ്ത്യൻസിനെ കൂടുതലറിയാം. ഇവിടെ ക്രിസ്ത്യൻസ് എന്നോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെന്നോ ഒന്നുമില്ല, എല്ലാവരും വന്ന് കാണുന്നുണ്ട്. അതുമാത്രമല്ല, ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അപ്പോൾ നമുക്കത് അതിൻ്റെ ക്യൂവും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ കണ്ടോ, വരുന്ന ആൾക്കാരൊക്കെ കണ്ടവരും കാണാൻ പോകുന്നവരൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ നേരെ കാണുന്ന ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്താണ്, പള്ളിയുടെ പുറത്ത് കുറേ വൈദികരൊക്കെ ചേർന്ന് വിശുദ്ധ കുർബാന പ്രാർത്ഥനയ്ക്കായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പഴയ പള്ളിയുടെ സൈഡിൽ കൂടിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പുതിയൊരു പള്ളി പോലെയാണ് ഈ പറഞ്ഞ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് ഈ ആളുകൾ മൊത്തം പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇതിലേറെ തിരക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിലുണ്ടാവും. ഇതിങ്ങനെ നമ്മൾ കുറേ ദൂരം നടക്കണം കേട്ടോ. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 2-3 കിലോമീറ്ററോളം നടന്നിട്ട് വേണം. അതായത് സ്ട്രെയിറ്റ് അല്ല, ഇത് കണ്ടോ, ഈ കുറേ കൈ വഴികൾ വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അതിങ്ങനെ ചുറ്റിക്കറങ്ങി പോകണം. ഒരു സിക്സാക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വേണം ഏകദേശം അവിടേക്ക് എത്തിപ്പെടാൻ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് ആ ക്യൂ നിന്ന് തിരക്കിലും ക്ഷമയോടുകൂടി കാത്തു നിന്നിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. ഇപ്പം നമ്മുടെ ഏകദേശം ആ ചാപ്പലിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ആ ചാപ്പലിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ അവിടെ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ചാപ്പലിൻ്റെ അകത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ ചാപ്പലിൻ്റെ അകത്തേക്ക് കയറി ഇറങ്ങിക്കഴിഞ്ഞൂടോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാടോ, ഇവിടെ ഒരു ഫുഡ് ഏരിയ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നൊരു ഫീലിൽ അവർ എഡിറ്റ് ചെയ്ത് ഫോട്ടോ തരും. അപ്പോൾ അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ക്യാമറ കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. അവിടെ ഒരു എന്താ പറയുക, ബ്ലാക്ക് ഡ്രസ്സുകളുടെ ഗാർഡൊക്കെ നിൽക്കുന്നുണ്ട്, ഗണ്ണൊക്കെ യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഫോൺ യൂസ് അലൗഡല്ല, ഫോണൊന്നുമല്ല, ക്യാമറ ഒന്നും അലൗഡല്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കണ്ടില്ലേ. ഏകദേശം ഒരു 5:30-6 മണി ആവാറായി. ആ പള്ളിയുടെ ഒരു പരിസരം മുഴുത്തുകൊണ്ടില്ല, ശരിക്കും പറഞ്ഞൊരു റെഡ് യെല്ലോ ഷെയ്ഡായി വന്നു തുടങ്ങി. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെ നമ്മളവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി. അവിടെ നമ്മൾ പുറത്തേക്ക് കുറച്ച് കടന്നു കഴിഞ്ഞാൽ ഇവിടെ കച്ചവടക്കാരുടെ ഒരു എന്താ പറയുക, ഒരു വമ്പൻ നിര തന്നെയുണ്ട്. ശരിക്കും ഒരു ഫുട്പാത്ത് മാർക്കറ്റ് പോലെ. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കിട്ടും. ഭക്ഷണങ്ങളാണെങ്കിൽ ഭക്ഷണം, ഇനി ഡ്രസ്സ്, ഷൂസ്, എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇതെല്ലാം വാങ്ങാൻ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് അവിടെ. ഒരുവിധം എല്ലാവരും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തും, പിന്നെ കുറേ പേര് കാഴ്ച കാണാൻ നമ്മളെപ്പോലെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ കുറേ പേര് നടക്കുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് എന്താ പറയുക, എനിക്ക് തോന്നുന്നു വലിയ റേറ്റും ഇല്ല. നമ്മുടെ നാട്ടിലെ റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ എന്താ പറയുക, കുറവായി ചീപ്പ് റേറ്റിന് കുറേ സാധനങ്ങൾ കിട്ടാനുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 3-4 ഷോർട്ട്സും ടീഷർട്ടും അതൊക്കെ ഇവിടെ വളരെ ചീപ്പായിരുന്നു. അതായത് 50 രൂപയ്ക്കൊക്കെയാണ് ഒരു ഷോർട്ട്സ് കൊടുക്കണവർ. അതെങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്, തീരെ മോശം എന്ന് പറയാമല്ലോ. ഇപ്പം നമ്മളവിടെ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 25 രൂപ 30 രൂപയിലും കൊടുക്കണം ഒരു ചെറിയ കർച്ചീഫ് കിട്ടാൻ തന്നെ. ഞങ്ങളൊരു 100 രൂപ ആ റേഞ്ചിലുള്ള ഷോർട്ട്സുകളൊക്കെ എടുത്ത് നമ്മുടെ അവിടെ ഏകദേശം 250 രൂപകളൊക്കെ വരും. അങ്ങനെ നല്ല ചീപ്പ് റേറ്റിന് സാധനം കിട്ടാണ്ട്. അങ്ങനെ നമ്മളൊരു മലയാളിയുടെ കടയിൽ കിട്ടും.
2,00,000 രൂപ കൊടുക്കണല്ലേ? അത് നിങ്ങൾ പുറത്തു വന്നോണ്ടാണോ അതോ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും 2,00,000 രൂപ? അവരുടെ അടുത്ത് നമ്മൾ കുറച്ച് അലുവിയും പൊരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അവരുടെ നമ്മൾ കൂടുതൽ സംസാരിച്ചെന്ന് വെച്ചാൽ ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ അവിടുത്തെ റെൻറ്റും കാര്യങ്ങളും അവർക്കിങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സ്റ്റോൾ ഇടണമെങ്കിൽ ഇപ്പോൾ അവരുടെ ആ സ്റ്റോളിന് ചെറിയൊരു സ്പേസ് എടുത്തിട്ടുള്ളൂ. ആ ഒരു സ്പേസിന് 2,50,000 രൂപയാണ് സെക്യൂരിറ്റി അവർ പറയണത്. ആ 2,50,000 രൂപ സെക്യൂരിറ്റി, പിന്നെ വാടക. റെൻ്റ് എത്രയാണെന്നൊരു ഡീറ്റെയിൽ പറഞ്ഞില്ല. പിന്നെ നമ്മൾ അധികം കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല, കാരണം വെച്ചാൽ ലേറ്റ് ആയിരുന്നു. നമ്മൾ പിന്നെ വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ളത് കൊണ്ട് അധികം സമയം കളയാതെ നമ്മൾ വേഗം അവിടെ നിന്ന് പോന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇത്ര തിരക്കുള്ള നിലയ്ക്ക് ഇപ്പോൾ 2,00,000 രൂപ സെക്യൂരിറ്റി എങ്ങനെയാണെന്നറിയില്ല, വാടക കൊടുക്കാൻ എന്തായാലും അവർക്ക് പറ്റുന്നുള്ളതാണ്. കാരണം വെച്ചാൽ അതുപോലെ കച്ചവടം നടക്കുന്നുണ്ട്, അത്രയധികം ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ എല്ലായിടത്തും പോയി അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങുന്ന ഒരാളല്ല. എങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങുമല്ലോ. ഞാൻ അലുവയും അതുപോലെ മറ്റേ നമ്മുടെ ചിപ്സ് അതുപോലെ കുറച്ച് സാധനങ്ങൾ പിന്നെ ഡ്രസ്സുകൾ ഇതൊക്കെ വാങ്ങിച്ചല്ലോ. പിന്നെ ഇത് അടുത്ത് കുറച്ച് പൈസ കളഞ്ഞ സംഭവമാണ് നിങ്ങൾ കാണുന്നത്. ഇതെവിടെ പോയാലും ഞങ്ങൾ പരീക്ഷിക്കാറുണ്ട്. 50 രൂപ എന്തോ ആണ്, 6 റിങ് കിട്ടും. 3 അവനെറിഞ്ഞു, 3 ഞാനും എറിഞ്ഞു. 50 രൂപ പോയി വഴി അറിഞ്ഞില്ല. എന്തായാലും ആ ചേട്ടൻ്റെ ഒരു 50 രൂപ ടിപ്പ് പോലെയായി. കിട്ടിയ ലാഭമായിരുന്നു കേട്ടോ. ഒരു സ്പ്രൈറ്റെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. 6 ശോകം. പിന്നെ ഞങ്ങൾ പോയി നേരെ ഫുഡ് അടിക്കാനാണ്. അവിടെ തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്തതും ലോലിപോപ്പ് അങ്ങനെ കുറേ വെറൈറ്റീസ്, ചിക്കൻ്റെയൊക്കെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ഐറ്റം ഓർഡർ കൊടുത്തു. നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു എന്തോ ഒരു സാധനമായിരുന്നു, പക്ഷേ എന്താ പേരെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളത് ഇങ്ങനെ കാണിച്ച് വാങ്ങിച്ചു. പിന്നെ അത് ലോലിപോപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ രണ്ടും കഴിച്ചു. സംഭവം അത്യാവശ്യം നല്ല രസമുണ്ട്, ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ചിക്കൻ ലോലിപോപ്പ് പിന്നെ എനിക്ക് തോന്നുന്നത് സിമ്പിളായിട്ട് അവർ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ചെയ്യില്ല, അതുപോലെ ചെയ്തിരിക്കാൻ തോന്നുന്നുണ്ട്. മറ്റേതെന്തോ റോൾ ചെയ്തിട്ട് ചിക്കനൊക്കെ റോൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കുറച്ച് ഓയിലൊക്കെ കൂടുതലായതുകൊണ്ട് അത്ര അങ്ങനെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും ഞങ്ങൾ ആ കഴിച്ച് അവസാനിപ്പിച്ചു. സംഭവം അവിടെ നല്ല വിശപ്പുണ്ടായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് കഴിച്ച് അവസാനിപ്പിച്ച് ഇങ്ങനെ പതുക്കെ ഞങ്ങൾ പുറത്തേക്ക് കിടക്കാൻ പോവാം. അപ്പോൾ കുറേ കടകളുണ്ട്, കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് കടന്നു. ഇനി പുറത്തേക്ക് നടന്ന് നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് കയറുന്നൊരു വഴിക്കും ഇറങ്ങുന്നത് മറ്റൊരു വഴിക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു. വണ്ടി എടുത്ത് അങ്ങനെ തിരിച്ച് നമ്മൾ പോകുന്നത് നേരെ റൂമിലേക്കാണ്. കാരണം വെച്ചാൽ അത്രയും ലേറ്റായി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ എൻ്റെ ക്ഷീണമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് തന്നെ. ഇല്ലെങ്കിൽ ഞങ്ങൾ നൈറ്റ് കുറേ സ്ഥലങ്ങളൊക്കെ പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ നാളത്തെ പ്ലാനിങ് ഞങ്ങൾ സെറ്റാക്കി വെച്ചു. കാരണം സമയം വേസ്റ്റാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ റൂമിൽ പോയി കിടന്നുറങ്ങി റെസ്റ്റ് എടുത്ത് രാവിലെ തന്നെ ഫ്രഷായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ തിരിച്ച് റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അടിപൊളിയാണ്. വണ്ടി ഇതാ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോവാം. നമ്മുടെ ക്യാമറയൊന്നും ഞങ്ങൾ കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്പീഡിൽ തന്നെ പോയത്. റോഡും അടിപൊളി, ഒന്നും പറയാനില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിലെ റോഡ് കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. അതുപോലെയാണ് ഇവിടുത്തെ റോഡുകളൊക്കെ. അടിപൊളി റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ്. നല്ല തിളങ്ങും കിടന്ന് വെയിലത്ത് അതുപോലത്തെ റോഡാണ്. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അടുത്തെത്തി. നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. അപ്പോൾ അതവിടെ ഞങ്ങൾ എല്ലാ ദിവസവും കയറി അങ്ങനെ പോകും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.